ഫ്ലോയം പി എസ് സിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്നത് ധനതത്വശാസ്ത്രത്തിലെ കാർഷിക വിളകൾ, ഹരിത വിപ്ലവം എന്നിവയിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ്. വരുന്ന പി എസ് സി എക്സാമുകൾക്കെല്ലാം ചോദിക്കാൻ സാധ്യതയുള്ള ധനതത്വശാസ്ത്രത്തിൽ നിന്നും ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ധനതത്വശാസ്ത്രത്തിലെ പാർട്ട് 1, പാർട്ട് 2 വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇത് പാർട്ട് 3 വീഡിയോ ആയിട്ടാണ് ചെയ്യുന്നത്. വീഡിയോ മുഴുവനായി സ്കിപ്പ് ചെയ്യാതെ കാണണേ. ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇന്ത്യയിൽ കൃഷി ചെയ്യുന്ന പ്രധാന ഭക്ഷ്യവിള നെല്ല്. ഇന്ത്യയിൽ കൃഷി ചെയ്യുന്ന പ്രധാന ഭക്ഷ്യവിള ഏതാണ്? നെല്ല്. ലോകത്തിൽ നെല്ലുൽപാദനത്തിൽ 1-ാം സ്ഥാനത്തുള്ള രാജ്യം ചൈന. ലോകത്തിൽ നെല്ലുൽപാദനത്തിൽ 1-ാം സ്ഥാനം ആർക്കാണ്? ചൈനയ്ക്കാണ്. നെൽകൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണ് എക്കൽ മണ്ണ്. നെൽകൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണ് ഏതാണ്? എക്കൽ മണ്ണാണ് നെൽകൃഷിക്ക് അനുയോജ്യം. നെൽകൃഷിയിൽ 1-ാം സ്ഥാനത്തുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? പശ്ചിമ ബംഗാളാണ്. നെൽകൃഷിയിൽ 1-ാം സ്ഥാനത്തുള്ള ഇന്ത്യൻ സംസ്ഥാനം പശ്ചിമ ബംഗാൾ. ഇന്ത്യയിൽ സമുദ്രനിരപ്പിനും താഴെ നെൽകൃഷി ചെയ്യുന്ന സ്ഥലം ഏതാണ്? കുട്ടനാടാണ്. ഇന്ത്യയിൽ സമുദ്രനിരപ്പിനും താഴെ നെൽകൃഷി ചെയ്യുന്ന സ്ഥലം ഏതെന്ന് ചോദിച്ചാൽ അത് കുട്ടനാടാണ്. അന്താരാഷ്ട്ര നെല്ല് ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? മനില. ഫിലിപ്പീൻസിലെ മനിലയാണ് അന്താരാഷ്ട്ര നെല്ല് ഗവേഷണ കേന്ദ്രം. എവിടെയാണ്? ഫിലിപ്പീൻസിലെ മനിലയാണ് അന്താരാഷ്ട്ര നെല്ല് ഗവേഷണ കേന്ദ്രം. കേന്ദ്ര നെല്ല് ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഒഡീഷയിലെ കട്ടക്കിലാണ്. കേന്ദ്ര നെല്ല് ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഒഡീഷയിലെ കട്ടക്കിലാണ് കേന്ദ്ര നെല്ല് ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ ലോകത്തിലെ ഏറ്റവും കൂടുതൽ നെല്ല് ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ചൈനയാണ്. ഇന്ത്യയിൽ നെൽകൃഷിക്ക് 1-ാം സ്ഥാനം ആർക്കാണ്? പശ്ചിമ ബംഗാളിനാണ്. കേന്ദ്ര നെല്ല് ഗവേഷണ കേന്ദ്രം ഒഡീഷയിലെ കട്ടക്കാണ്. ഇന്ത്യയുടെ നെല്ലറ എന്നറിയപ്പെടുന്നത് ആന്ധ്രാപ്രദേശാണ്. ഇന്ത്യയുടെ നെല്ലറ എന്നറിയപ്പെടുന്നത് ആന്ധ്രാപ്രദേശാണ്. ഇന്ത്യയുടെ ധാനിപുര എന്നറിയപ്പെടുന്നത് പഞ്ചാബാണ്. മാറിപ്പോകരുത്. ഇന്ത്യയുടെ നെല്ലറ എന്നറിയപ്പെടുന്നത് ആന്ധ്രാപ്രദേശാണ്. ഇന്ത്യയുടെ ധാനിപുര എന്നറിയപ്പെടുന്നത് പഞ്ചാബാണ്. നെല്ല് ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്നത് പശ്ചിമ ബംഗാളിലാണ്. ഓക്കെ. ഇന്ത്യയുടെ നെല്ലറ ഏതാണ്? ആന്ധ്രാപ്രദേശാണ്. ഇന്ത്യയുടെ നെല്ലറ എന്ന് ചോദിച്ചാൽ ആന്ധ്രാപ്രദേശാണ്. ഇന്ത്യയുടെ ധാന്യപുര ഏതെന്ന് ചോദിച്ചാൽ അത് പഞ്ചാബാണ്. തെക്കേ ഇന്ത്യയുടെ ധാന്യപുര, അത് പി എസ് സി ചോദിച്ചിട്ടുണ്ട്. തെക്കേ ഇന്ത്യയുടെ ധാന്യപുര എന്നറിയപ്പെടുന്നത് തഞ്ചാവൂരാണ്. തെക്കേ ഇന്ത്യയുടെ ധാന്യപുര എന്നറിയപ്പെടുന്നത് തഞ്ചാവൂരാണ്. തെക്കേ ഇന്ത്യയുടെ ധാന്യപുര ഏതാണ്? തഞ്ചാവൂർ. ഇന്ത്യയിൽ ഗോതമ്പ് ഉൽപാദനത്തിൽ 1-ാം സ്ഥാനത്തുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ഉത്തർപ്രദേശാണ്. ഇന്ത്യയിൽ ഗോതമ്പ് ഉൽപാദനത്തിൽ 1-ാം സ്ഥാനം എവിടെയാണ്? ഉത്തർപ്രദേശിനാണ്. സ്വയം പരാഗണം നടത്തുന്ന സസ്യങ്ങൾക്ക് ഉദാഹരണങ്ങളാണ് നെല്ല്, ഗോതമ്പ് എന്നിവ. സ്വയം പരാഗണം നടത്തുന്ന സസ്യങ്ങൾക്ക് ഉദാഹരണങ്ങളാണ് നെല്ല്, ഗോതമ്പ്. ഏറ്റവും കൂടുതൽ ചോളം ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏതാണ്? ഏറ്റവും കൂടുതൽ ചോളം ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം കർണാടകയാണ്. ഏറ്റവും കൂടുതൽ ചോളം ഉൽപ്പാദിപ്പിക്കുന്നത് എവിടെയാണ്? കർണാടകയാണ്. കാർഷിക ആവശ്യങ്ങൾക്കായി 24 മണിക്കൂറും വൈദ്യുതി സൗജന്യമായി നൽകാൻ തീരുമാനിച്ച സംസ്ഥാനം ഏതാണ്? തെലങ്കാനയാണ്. കാർഷിക ആവശ്യങ്ങൾക്കായി 24 മണിക്കൂറും വൈദ്യുതി സൗജന്യമായി നൽകാൻ തീരുമാനിച്ച സംസ്ഥാനം ഏതാണ്? തെലങ്കാന. ലോകത്തിൽ പരുത്തി ഉൽപാദനത്തിൽ 1-ാം സ്ഥാനത്തുള്ള രാജ്യം ഏതാണ്? ഇന്ത്യയാണ്. ലോകത്തിൽ പരുത്തി ഉൽപാദനത്തിൽ 1-ാം സ്ഥാനം ആർക്കാണ്? ഇന്ത്യക്കാണ്. യൂണിവേഴ്സൽ ഫൈബർ എന്നറിയപ്പെടുന്നത് എന്താണ്? പരുത്തിയാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ കൃഷി അധിഷ്ഠിത വ്യവസായവും പരുത്തിയാണ്. അപ്പം ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ പരുത്തി ഉൽപ്പാദിപ്പിക്കുന്നത് ഇന്ത്യയാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ കൃഷി അധിഷ്ഠിത വ്യവസായം ഏതെന്ന് ചോദിച്ചാൽ അത് പരുത്തിയാണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. കേരളത്തിൽ പരുത്തി കൃഷി ചെയ്യുന്ന ഏക ജില്ല പാലക്കാട്. കേരളത്തിൽ പരുത്തി കൃഷി ചെയ്യുന്ന ഏക ജില്ല ഏതാണ്? പാലക്കാടാണ്. പരുത്തി കൃഷിക്ക് അനുയോജ്യമായ മണ്ണ് കറുത്ത മണ്ണ് അഥവാ റിഗർ മണ്ണ്. പരുത്തി കൃഷിക്ക് അനുയോജ്യമായ മണ്ണ് ഏതാണ്? കറുത്ത മണ്ണ് അഥവാ റിഗർ മണ്ണ്. ഇതെല്ലാം പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. ഇതൊക്കെ പ്രസ്താവന ക്വസ്റ്റ്യൻസ് ആയിട്ടും എല്ലാം ചോദിക്കാൻ സാധ്യതയുണ്ട്. ഇതെല്ലാം പരുത്തി കൃഷിക്ക് അനുയോജ്യമായ മണ്ണ് ഏതാണ്? കറുത്ത മണ്ണ് അഥവാ റിഗർ മണ്ണ്. ഇപ്പൊ കേരളത്തിൽ പരുത്തി കൃഷി ചെയ്യുന്ന ഏക ജില്ല പാലക്കാടാണ്. ചണം ഉൽപാദനത്തിൽ 1-ാം സ്ഥാനത്തുള്ള സംസ്ഥാനം ഏതാണ്? പശ്ചിമ ബംഗാളാണ്. ചണം ഉൽപാദനത്തിൽ 1-ാം സ്ഥാനം പശ്ചിമ ബംഗാളിനാണ്. ചണം ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഇന്ത്യയാണ്. ചണം ഏറ്റവും കൂടുതലും പരുത്തി ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത് ഇന്ത്യയിലാണ്. ചണം ഉൽപാദനത്തിൽ 1-ാം സ്ഥാനം പശ്ചിമ ബംഗാളാണ്. കരിമ്പിന്റെ ജന്മദേശം ഇന്ത്യ. കരിമ്പിന്റെ ജന്മദേശം ഇന്ത്യ. കരിമ്പിന്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ പലപ്പോഴും ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ. കരിമ്പിന്റെ ജന്മദേശം ഇന്ത്യയാണ്. കരിമ്പ് ഉൽപാദനത്തിൽ 1-ാം സ്ഥാനം ബ്രസീലാണ്. കരിമ്പിന്റെ ജന്മദേശം ഇന്ത്യയാണ്. കരിമ്പ് ഉൽപാദനത്തിൽ 1-ാം സ്ഥാനം ബ്രസീലാണ്. 2-ാം സ്ഥാനം ഇന്ത്യക്ക് തന്നെയാണ്. ഇപ്പൊ കരിമ്പിന്റെ ജന്മദേശം ഇന്ത്യയാണ്. കരിമ്പ് ഉൽപാദനത്തിൽ 1-ാം സ്ഥാനം ബ്രസീലിനാണ്. 2-ാം സ്ഥാനം ഇന്ത്യക്കാണ്.
ഇന്ത്യയിൽ കരിമ്പ് ഉൽപാദനത്തിൽ ഒന്നാം സ്ഥാനത്തുള്ള സംസ്ഥാനം ഏതാണ്? ഉത്തർപ്രദേശാണ്. ഇന്ത്യയിൽ കരിമ്പ് ഉൽപാദനത്തിൽ ഒന്നാം സ്ഥാനത്തുള്ള സംസ്ഥാനം ഏതെന്ന് ചോദിച്ചാൽ അത് ഉത്തർപ്രദേശാണ്. ഇത് പ്രസ്താവന ക്വസ്റ്റ്യൻസ് ആയിട്ടൊക്കെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. കരിമ്പിന്റെ ജന്മദേശം ഇന്ത്യയാണ്. കരിമ്പ് ഉൽപാദനത്തിൽ ഒന്നാം സ്ഥാനം ബ്രസീലിനാണ്. 2ാം സ്ഥാനമാണ് ഇന്ത്യക്കുള്ളത്. ഇന്ത്യയിൽ കരിമ്പ് ഉൽപാദനത്തിൽ ഒന്നാം സ്ഥാനത്തുള്ള സംസ്ഥാനം ഏതാണ്? ഉത്തർപ്രദേശാണ്. ഇന്ത്യയുടെ പഞ്ചസാര കിണ്ണം എന്നറിയപ്പെടുന്നത് ഉത്തർപ്രദേശാണ്. ഇന്ത്യയുടെ പഞ്ചസാര കിണ്ണം എന്നറിയപ്പെടുന്നത് ഉത്തർപ്രദേശാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കരിമ്പ് ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല ഏതാണ്? ഇടുക്കി. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കരിമ്പ് ഉൽപ്പാദിപ്പിക്കുന്നത് എവിടെയാണ്? ഇടുക്കിയിലാണ്. ഇടുക്കി. കരിമ്പ് കൃഷിക്ക് അനുയോജ്യമായ കാലാവസ്ഥ ഏതാണ്? ചൂടും മഴയുമുള്ള കാലാവസ്ഥയാണ് കരിമ്പ് കൃഷിക്ക് അനുയോജ്യം. കരിമ്പ് കൃഷിക്ക് അനുയോജ്യമായ കാലാവസ്ഥ ചൂടും മഴയുമുള്ള കാലാവസ്ഥയാണ്. ഇന്ത്യയിൽ പുകയില ഉൽപാദനത്തിൽ ഒന്നാം സ്ഥാനത്തുള്ള സംസ്ഥാനം ഏതാണ്? ആന്ധ്രാപ്രദേശാണ്. ഇന്ത്യയിൽ പുകയില ഉൽപാദനത്തിൽ ഒന്നാം സ്ഥാനം ആർക്കാണ്? ആന്ധ്രാപ്രദേശിനാണ്. പുകയില ഇന്ത്യയിൽ കൊണ്ടുവന്ന വിദേശികൾ ആരാണ്? പോർച്ചുഗീസുകാരാണ്. പുകയില കൊണ്ടുവന്ന എവിടെ നിന്നാണ്? പോർച്ചുഗീസുകാരാണ് കൊണ്ടുവന്നത് പുകയില. കേരളത്തിൽ പുകയില കൃഷി ചെയ്യുന്ന ഏക ജില്ല കാസർഗോഡാണ്. കേരളത്തിൽ പുകയില കൃഷി ചെയ്യുന്ന ഏക ജില്ല ഏതാണ്? കാസർഗോഡാണ് പുകയില കൃഷി ചെയ്യുന്ന ഏക ജില്ല. ഏറ്റവും കൂടുതൽ തേയില ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഏതാണ്? ചൈന. ഏറ്റവും കൂടുതൽ തേയില ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഏതാണ്? ചൈനയാണ്. ഏറ്റവും കൂടുതൽ നെല്ല് ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഏതാണ്? ചൈനയാണ്. ഇന്ത്യയിൽ തേയില ഉൽപാദനത്തിൽ ഒന്നാം സ്ഥാനത്തുള്ള സംസ്ഥാനം ആസാമാണ്. ഇന്ത്യയിൽ തേയില ഉൽപാദനത്തിൽ ഒന്നാം സ്ഥാനത്തുള്ള സംസ്ഥാനം ഏതാണ്? ആസാം. കാപ്പി ഉൽപാദനത്തിൽ ഒന്നാം സ്ഥാനത്തുള്ള സംസ്ഥാനം ഏതാണ്? കർണാടകയാണ്. കാപ്പി ഉൽപാദനത്തിൽ ഒന്നാം സ്ഥാനം ആർക്കാണ്? കർണാടകയ്ക്കാണ്. ഓക്കെ. കാപ്പി ഉൽപാദനത്തിൽ ഒന്നാം സ്ഥാനത്തുള്ള രാജ്യം ബ്രസീലാണ്. അപ്പം തേയില ഉൽപാദനത്തിൽ ഒന്നാം സ്ഥാനം ഇന്ത്യയിൽ ആസാമിലാണ്. കാപ്പി ഉൽപാദനം കർണാടകയിലാണ് ഒന്നാം സ്ഥാനം ഉള്ളത്. കാപ്പി ഉൽപാദനത്തിൽ ഒന്നാം സ്ഥാനത്തുള്ള രാജ്യം ഏതാണ്? ബ്രസീലാണ്. ഇന്ത്യയിൽ പ്രധാനമായി ഉൽപ്പാദിപ്പിക്കുന്ന കാപ്പി ഇനം ഏതാണ്? അറബിക്ക. ഇന്ത്യയിൽ പ്രധാനമായി ഉൽപ്പാദിപ്പിക്കുന്ന കാപ്പി ഇനം അറബിക്ക. കാപ്പിയുമായി ബന്ധപ്പെട്ട് പ്രസ്താവന ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെ ചോദിക്കാം. ഇന്ത്യയിൽ പ്രധാനമായി ഉൽപ്പാദിപ്പിക്കുന്ന കാപ്പി ഇനം അറബിക്കയാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പൊ അതൊക്കെ ശ്രദ്ധിക്കുക. കാപ്പി ഉൽപാദനത്തിൽ ഒന്നാം സ്ഥാനത്തുള്ള രാജ്യം ബ്രസീലാണ്. കാപ്പി ഉൽപാദനത്തിൽ ഒന്നാം സ്ഥാനത്തുള്ള സംസ്ഥാനം കർണാടകയാണ്. ഇന്ത്യയിൽ പ്രധാനമായി ഉൽപ്പാദിപ്പിക്കുന്ന കാപ്പി ഇനമാണ് അറബിക്ക. ഇന്ത്യയിൽ റബ്ബർ ഉൽപാദനത്തിൽ ഒന്നാം സ്ഥാനത്തുള്ള സംസ്ഥാനം കേരളമാണ്. ഇന്ത്യയിൽ റബ്ബർ ഉൽപാദനത്തിൽ ഒന്നാം സ്ഥാനത്തുള്ള സംസ്ഥാനം കേരളം. റബ്ബറിന്റെ ജന്മദേശം എവിടെയാണ്? ബ്രസീലാണ്. റബ്ബറിന്റെ ജന്മദേശം ബ്രസീലാണ്. റബ്ബർ കൃഷിക്ക് അനുയോജ്യമായ മണ്ണ് ലാറ്ററൈറ്റ് മണ്ണാണ്. റബ്ബർ കൃഷിക്ക് അനുയോജ്യമായ മണ്ണ് ലാറ്ററൈറ്റ് മണ്ണ്. ഇന്ത്യയിലെ ആദ്യ റബ്ബർ പാർക്ക് ഐരാവതം, എറണാകുളം ജില്ലയിലെ ഐരാപുരമാണ് ഇന്ത്യയിലെ ആദ്യത്തെ റബ്ബർ പാർക്ക്. ഹരിത വിപ്ലവം ആരംഭിച്ച രാജ്യം ഏതാണ്? മെക്സിക്കോയിലാണ് ഹരിത വിപ്ലവം ആരംഭിച്ചത്. ഹരിത വിപ്ലവം ആരംഭിച്ചത് എവിടെയാണ്? മെക്സിക്കോയിലാണ്. ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? നോർമൻ ബോർലോഗ്. ഹരിത വിപ്ലവത്തിന്റെ പിതാവ് ആരാണ്? നോർമൻ ബോർലോഗ്. ഹരിത വിപ്ലവത്തിന്റെ പിതാവ് നോർമൻ ബോർലോഗ് ആണ്. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് ആരാണ്? MS സ്വാമിനാഥനാണ്. ഓക്കെ. ഹരിത വിപ്ലവത്തിന്റെ ഏഷ്യൻ ഭവനം എന്നറിയപ്പെടുന്നത് ഫിലിപ്പൈൻസ് ആണ്. ഹരിത വിപ്ലവത്തിന്റെ ഏഷ്യൻ ഭവനം എന്നറിയപ്പെടുന്നത് ഫിലിപ്പൈൻസ് ആണ്. ഹരിത വിപ്ലവത്തിലൂടെ ഏറ്റവും കൂടുതൽ ഉൽപാദനമുണ്ടായ കാർഷിക വിള ഏതാണ്? ഗോതമ്പാണ്. ഹരിത വിപ്ലവത്തിലൂടെ ഏറ്റവും കൂടുതൽ ഉൽപാദനമുണ്ടായ കാർഷിക വിള ഏതാണ്? ഗോതമ്പ്. ഹരിത വിപ്ലവ കാലത്ത് ഇന്ത്യയിൽ വികസിപ്പിച്ചെടുത്ത അത്യുൽപാദന ശേഷിയുള്ള ഗോതമ്പ് ഇനങ്ങൾ ഏതൊക്കെയാണ്? കല്യാൺ സോന, സൊണാലിക. ഇമ്പോർട്ടൻ്റ് ആണ്. ഹരിത വിപ്ലവ കാലത്ത് ഇന്ത്യയിൽ വികസിപ്പിച്ചെടുത്ത അത്യുൽപാദന ശേഷിയുള്ള ഗോതമ്പ് ഇനങ്ങളാണ് കല്യാൺ സോന, സോണാലിക. പാലും പാലുൽപ്പന്നങ്ങളുടെ വർധനവും ലക്ഷ്യമിട്ട് നടപ്പിലാക്കിയ പദ്ധതിയാണ് ധവള വിപ്ലവം. പാലും പാലുൽപ്പന്നങ്ങളുടെ വർധനവും ലക്ഷ്യമിട്ട് നടപ്പിലാക്കിയ പദ്ധതി ഏതാണ്? ധവള വിപ്ലവം. മത്സ്യോൽപാദന മേഖലയുടെ പുരോഗതി ലക്ഷ്യമിട്ട് നടപ്പിലാക്കിയ പദ്ധതി ഏതാണ്? നീല വിപ്ലവമാണ്. മത്സ്യോൽപാദന മേഖലയുടെ പുരോഗതി ലക്ഷ്യമിട്ട് നടപ്പിലാക്കിയ പദ്ധതിയാണ് നീല വിപ്ലവം. ഇന്ത്യയിലെ പ്രധാന കാർഷിക കാലങ്ങൾ ഏതൊക്കെയാണ്? ഖാരിഫ്, റാബി, സെയ്ദ് എന്നിവയാണ് ഇന്ത്യയിലെ പ്രധാന കാർഷിക കാലങ്ങൾ. ഏതൊക്കെയാണ്? ഖാരിഫ്, റാബി, സെയ്ദ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൽ നിന്ന് തിരിച്ചു മറിച്ചു നോക്കി ഒരുപാട് പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട് ക്വസ്റ്റ്യൻസ്. ഇന്ത്യയിലെ പ്രധാന കാർഷിക കാലങ്ങൾ ഖാരിഫ്, റാബി, സെയ്ദ്. ഖാരിഫ് വിളകൾ ഏതൊക്കെയാണ്? നെല്ല്, പരുത്തി, ചോളം, നിലക്കടല, കരിമ്പ്, തുവര, തിനവിളകൾ. ഇവയാണ് ഖാരിഫ് വിളകൾ. ഖാരിഫ് കാലം എന്ന് പറയുന്നത് ജൂൺ മുതൽ സെപ്റ്റംബർ വരെയാണ്. ജൂണിൽ തുടങ്ങി സെപ്റ്റംബറിൽ അവസാനിക്കുന്നതാണ് ഖാരിഫ് കാലം. ഓക്കെ. ജൂൺ മുതൽ ആ മഴക്കാലം തുടങ്ങുന്ന മൺസൂൺ തുടങ്ങുന്നത് മുതൽ സെപ്റ്റംബർ വരെ ഖാരിഫ് കാലമാണ്. ജൂൺ മുതൽ സെപ്റ്റംബർ വരെയാണ് ഖാരിഫ് കാലം. ഖാരിഫ് വിളകൾ ഏതൊക്കെയാണ്? നെല്ല്, പരുത്തി, ചോളം, നിലക്കടല, കരിമ്പ്, തുവര, തിനവിളകൾ. പ്രധാനമായിട്ടും നെല്ല്, പരുത്തി, ചോളം,
കരിമ്പ്, ഇത് പ്രധാനമായിട്ട് ചോദിക്കാറുണ്ട്. ഖാരിഫ് വിളകൾ. ഓക്കെ, ഖാരിഫ് കാലം ജൂൺ മുതൽ സെപ്റ്റംബർ വരെയാണ്. റാബി വിളകൾ ഏതൊക്കെയാണ്? ഗോതമ്പ്, പുകയില, ബാർലി, പയറുവർഗ്ഗങ്ങൾ, കടുക്, കടല എന്നിവയാണ് റാബി വിളകൾ. അപ്പൊ റാബി വിളകൾ ഏതൊക്കെയാണ്? ഖാരിഫ് വിളകളും റാബി വിളകളും തിരിഞ്ഞു പോകരുത്, അതുകൊണ്ടാണ് ഇത് പ്രത്യേകം എടുത്ത് എഴുതിയിരിക്കുന്നത്. റാബി വിളകൾ ഗോതമ്പ്, പുകയില, ബാർലി, പയറുവർഗ്ഗങ്ങൾ, കടുക്, കടല. ഓക്കെ, റാബി കാലം ഏതാണ്? ഒക്ടോബർ മുതൽ മാർച്ച് വരെയാണ്. ഒക്ടോബർ തുടങ്ങി മാർച്ചിൽ അവസാനിക്കുന്നു. ഇങ്ങനെ പഠിച്ചു പോവുക. ജൂൺ മുതൽ സെപ്റ്റംബർ വരെ ഖാരിഫ് ആണെങ്കിൽ സെപ്റ്റംബറിൽ തീർന്ന് അടുത്ത ഒക്ടോബർ മുതൽ മാർച്ച് വരെ റാബി കാലം. ഓക്കെ, റാബി വിളകൾ ഗോതമ്പ്, പുകയില, ബാർലി, പയറുവർഗ്ഗങ്ങൾ, കടുക്, കടല. റാബി കാലം ഒക്ടോബർ മുതൽ മാർച്ച് വരെ. അത് കഴിഞ്ഞ് സെയ്ത് വിളകൾ. സെയ്ത് വിളകൾ പഴങ്ങളും പച്ചക്കറികളുമാണ് സെയ്ത് വിളകളിൽ പെടുന്നത്. സെയ്ത് വിളകൾ ഏതൊക്കെയാണ്? പഴങ്ങളും പച്ചക്കറികളുമാണ്. സെയ്ത് കാലം എന്ന് പറയുന്നത് ഏപ്രിൽ മുതൽ ജൂൺ വരെയാണ്. അപ്പൊ മാർച്ചിൽ റാബി കാലം കഴിഞ്ഞ് പിന്നെ മാർച്ച് കഴിഞ്ഞ് അടുത്ത ഏപ്രിൽ മുതൽ അടുത്ത ജൂൺ വരെയാണ് എന്തോന്ന് സെയ്ത് കാലം എന്നറിയുന്നത്. സെയ്ത് വിളകൾ പഴങ്ങളും പച്ചക്കറികളും. ഓക്കെ, പപ്പായയുടെ ജന്മദേശം ഏതാണ്? പപ്പായയുടെ ജന്മദേശം പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിട്ടുണ്ട്. ഇതൊക്കെ മെക്സിക്കോ. പപ്പായയുടെ ജന്മദേശം മെക്സിക്കോയാണ്. മരിച്ചീനിയുടെ ജന്മദേശം ഏതാണ്? ബ്രസീലാണ്. പപ്പായയുടെ ജന്മദേശം മെക്സിക്കോയാണ്. മരിച്ചീനിയുടെ ജന്മദേശം ബ്രസീലാണ്. അപ്പൊ ഇതെല്ലാം വളരെ PSC പല പ്രാവശ്യം ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഇതെല്ലാം പ്രസ്താവന ക്വസ്റ്റ്യൻസ് ആയിട്ടും അല്ലാതെയും ഒക്കെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ നന്നായി പഠിക്കുക. ശാസ്ത്രത്തിൽ നിന്നുള്ള 3 വീഡിയോയും കണ്ട് നന്നായിട്ട് പഠിക്കുക. ഓക്കെ, ഉപകാരപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു.